പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദ വിക്രമിനോട് പറയുന്നു, വിക്രം, നീയൊരു നല്ല മനുഷ്യനാ കേട്ടോ. നിന്നെക്കുറിച്ചോർത്ത് ഞാനിപ്പോൾ അഭിമാനിക്കുന്നു. നിന്നെ പറ്റി ഞാൻ വിചാരിച്ചിരുന്നതെല്ലാം തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എന്ന് പറയാണ് വേദ. ഇത് കേട്ട് നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ആണോ, എന്നെക്കുറിച്ച് നിനക്ക് അഭിമാനമൊക്കെ തോന്നി തുടങ്ങിയോ? നീ എനിക്കെതിരെ മൊഴി കൊടുത്ത് എന്നെ ജയിലിൽ കയറ്റാനൊക്കെ നോക്കിയതല്ലേ? അപ്പോൾ അതൊക്കെ തെറ്റായിരുന്നു എന്ന് നിനക്കിപ്പോൾ തോന്നുന്നുണ്ട് അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ അന്നാ ചെയ്തതേ അതൊക്കെ ശരി തന്നെയാ, അതെനിക്ക് ഉറപ്പാ. ഞാൻ അന്ന് കോടതിയിൽ പറഞ്ഞത് എൻ്റെ കണ്ണിൽ കണ്ട കാര്യമല്ലേ പറഞ്ഞത്. പക്ഷേ അശോകൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നീ ചെയ്തതെല്ലാം ശരിയായിരുന്നു എന്നെനിക്കറിയാം. വിക്രം, നീ ഇത്രയും നല്ല മനുഷ്യനായിട്ടും എന്തുകൊണ്ട് അമ്മയും അച്ഛനും പറയുന്നതനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് നമ്മുടെ വേദ. നീ എന്തിനാ ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതെന്ന് വിക്രമും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രം, നിനക്ക് ഓർമ്മയുണ്ടോ, അന്ന് നീ അധ്വാനിച്ച കാശ് കൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് എടുത്തു കൊടുത്തപ്പോൾ അവർക്കന്ന് എത്രമാത്രം സന്തോഷമായി. അപ്പോൾ അതുപോലെ എന്നും ചെയ്താൽ അവർക്ക് എത്ര സന്തോഷമായിരിക്കും. നിനക്കതുപോലെ ജീവിച്ചുകൂടെ? നീ എന്തിനാ ഈ ശ്രീനിവാസൻ സാറിൻ്റെ പിറകെ നടന്ന് അയാൾ പറയുന്നതൊക്കെ കേട്ട് ഗുണ്ടായുസത്തിന് നടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് വേദ. ഇത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട്, ദേ, നീ ആരെ പറഞ്ഞാലും ഞാൻ സഹിക്കും. ശ്രീനിവാസൻ സാറിനെ പറ്റി പറയണ്ട കേട്ടോ. അദ്ദേഹം ഗുണ്ടയൊന്നുമല്ല. എനിക്കദ്ദേഹം എൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനത്ത്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സ്ഥാനത്ത് ഒക്കെയാണ് അദ്ദേഹം. എനിക്ക് എല്ലാമാണ്. നീ ഇനി ഒന്നും സംസാരിക്കണ്ട, കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം കിടക്കുകയാണ്. അത്രേ കറണ്ട് പോയത് കൊണ്ട് തന്നെ നമ്മുടെ നന്ദിനിക്കും വിനയനും ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര കൊതുകടി എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് സാരിക്കുള്ളിൽ വേദിയുടെ ഫാനും ഒളിപ്പിച്ചിട്ടാട്ടോ വരുന്നത്. ഇത് കാണുന്ന വിനയൻ ചോദിക്കുന്നുണ്ട്, എടി നന്ദിനി, നീ എന്തായി കാണിച്ചിരിക്കുന്നത്? നിനക്കിത് എവിടെ നിന്നാ കിട്ടിയേ? ഓ, അതൊന്നും പറയണ്ട വിനയേട്ടാ, ഞാനേ ആ വേദിയുടെ സാധനങ്ങളൊക്കെ അമ്മ അടുക്കി പെറുക്കി കെട്ടിവെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നും പതുക്കെ പോയി ആരും കാണാതെ എടുത്തുകൊണ്ട് വന്നതാ. എനിക്ക് വയ്യ വിനയേട്ടാ, ഈ കൊതുകടിയും കൊണ്ട് ഉറങ്ങാൻ. എനിക്ക് ഉറക്കം വരുന്നതേയില്ല. നമുക്ക് ഈ ഫാൻ ഇവിടെ വയ്ക്കാം, ആരും കാണണ്ട എന്ന് പറയാണ്. അപ്പോൾ വിനയം പറയുന്നുണ്ട്, ഓ, നിനക്ക് അബ്ദുൽ കലാം സാറിനേക്കാളും വലിയ ബുദ്ധിയാണല്ലോടി എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദിനെ പ്രശംസിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഫാന് വാങ്ങി പ്രവർത്തിപ്പിക്കുകയാണ്, ഓണാക്കുന്നുണ്ട്. അത് കാണുന്ന നമ്മുടെ നന്ദിനിക്ക് ഭയങ്കര സന്തോഷമാണ്. വിനയൻ്റെ കയ്യിൽ നിന്നും വേഗം അത് തട്ടിപ്പറിച്ച് വാങ്ങിച്ച് മുഖത്തേക്കൊക്കെ ഇങ്ങനെ പിടിക്കുക കേട്ടോ. ഹായ്, എന്തൊരു സുഖം, എന്തൊരു സുഖം എന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ പെട്ടെന്ന് അങ്ങ് ഫാൻ സ്റ്റക്ക് ആവുകയാണ്. അപ്പോൾ വിനയനോട് ചോദിക്കുന്നുണ്ട്, അയ്യോ, ഇതെന്ത് പറ്റി വിനയേട്ടാ? ഈ കേടുവന്ന സാധനമാണോ അവൾ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നത്? ഇതിന് ഒരുപാട് കാലത്തെ പഴക്കമൊക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ടായിരിക്കുമോ, കേട് വന്നതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫാനിനിട്ട് ഇങ്ങനെ തട്ടുന്നുണ്ട്. ഇത് കാണുന്ന വിനയം പറയുന്നുണ്ട്, നീ അതിലിങ്ങനെ തട്ടാതെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വേടിക്കുകയാണ്. അപ്പോൾ വിനയം പറയുന്നുണ്ട്, എത്ര വില കൂടിയ സാധനമായാലും ചാർജ് തീർന്നാൽ അത് നിൽക്കും നന്ദിനി. ഇതിൻ്റെ ചാർജ് കഴിഞ്ഞിരിക്കുക, അല്ലാതെ ഇത് കംപ്ലൈൻ്റ് ആയിരിക്കുമൊന്നും അല്ല എന്ന് പറയാം കേട്ടോ വിനയൻ. പെട്ടെന്ന് നന്ദിനി പറയുന്നുണ്ട്, ഓ, അവളുടെ ബാഗിലേ ഞാനൊരു ചാർജർ കണ്ടു, വേഗം പോയി ഞാനത് എടുത്തുകൊണ്ട് വരാം, എന്നിട്ട് നമുക്കത് കുത്തിവെച്ച് ചാർജ് ആക്കിയിട്ട് ഉപയോഗിക്കാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ വിനയം പറയുന്നുണ്ട്, അതെ, എന്തൊരു മണ്ടത്തര, നിന്നെ ഞാൻ അബ്ദുൽ കലാം സാറിൻ്റെക്കാളും ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് പ്രശംസിച്ചു, ഇപ്പം നീ പൊട്ടത്തരം പറയാണോ? നീ ചാർജർ എടുത്തുകൊണ്ട് വരാൻ നിന്നെക്കൊണ്ട് പറ്റും, പക്ഷേ കറണ്ട് നീ എവിടെ നിന്നുകൊണ്ട് എടുത്തു വരും? കറണ്ട് ഉണ്ടോടി ഇവിടെ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നന്ദിനി പറയുന്നുണ്ട്, അയ്യോ വിനയേട്ടാ, ഞാനത് ആലോചിച്ചില്ല, പെട്ടെന്ന് അങ്ങ് ഓർത്തില്ല വിനയേട്ടാ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെ അങ്ങ് കഴിച്ചു കൂട്ടാം, നാളെ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം, എന്താ വിനയേട്ടാ എന്ന് ചോദിക്കുമ്പോൾ വിനയം പറയുന്നുണ്ട്, എന്താ നന്ദിനി നീ പറയുന്നത്? ഇവിടെ വിക്രമിനെ കാണാത്ത സങ്കടവും വേദയെ കാണാത്ത വിഷമത്തിലൊക്കെ പാടി ഇരിക്കുന്ന സമയത്ത് ഇവിടെ നിന്നും പോവാന്ന് പറയുന്നത് വളരെ കഷ്ടമല്ലേ? നമ്മളെന്തായാലും ഇവിടെ ചോറ് തിന്നിട്ടല്ലേ ഇടി വളരുന്നത് എന്ന് പറയാട്ടോ. അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, അതെ, ചോറ് തിന്ന് വളരുന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഫാനും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുമോ? എനിക്ക് ഉറക്കം വരുന്നില്ല. എന്തായാലും വേണ്ടില്ല, ഞാൻ നാളെ ഉണ്ടല്ലോ അമ്മയെ കൊണ്ട് വിളിപ്പിക്കും, എന്നിട്ട് കുറച്ച് ദിവസം
നന്ദിനെ ഇങ്ങോട്ട് വിടാവോ, എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ കൊണ്ട് ഇവിടുത്തെ അമ്മയ്ക്ക് ഞാൻ എന്തായാലും വിളിപ്പിക്കും. അപ്പോൾ നമ്മുടെ കമലാമ്മ പെട്ടെന്ന് പൊക്കോളാൻ പറയും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ വിനയും നിന്നെ സമ്മതിച്ചിരിക്കുന്നു, എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ, നീ കിടക്ക് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഒരു വിശറി എടുത്തുകൊണ്ട് വിനയൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് നന്ദിനി. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പം തന്നെ ഉറങ്ങണ്ട, ഇത് വിശിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ഞാൻ ഉറങ്ങിയതിന് ശേഷം നിങ്ങൾ ഉറങ്ങിയാൽ മതിയെന്ന് പറയുകയാണ്. വിഷുവും ശ്രീജയുമാണെങ്കിൽ ഉറക്കം വരാണ്ട് തന്നെ ഇരിക്കുകയാണ്. അവരിങ്ങനെ വിഷു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ കറണ്ടും കട്ടായിരിക്കുന്നു, വെള്ളവും കട്ടായിരിക്കുന്നു, ഈ അശോകൻ്റെ കളിയെങ്ങാനോ ആവുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ശ്രീജയും ചോദിക്കുന്നുണ്ട്, എന്താ വിഷേട്ടാ കിടക്കുന്നില്ലേ? ആ വിഷം പറയുന്നുണ്ട്, ശ്രീജയ് എനിക്ക് ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മുടെ ആ പാർട്ടി നേതാവുണ്ടല്ലോ അശോകൻ, വിക്രമിനോടും വേദയോടുള്ള ശത്രുത കാണിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. അയാളായിരിക്കും ഈ വെള്ളവും കറണ്ടുമൊക്കെ കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക. എനിക്ക് ബലമായ സംശയം അതാണ്. എന്തായാലും വേദയോ വിക്രമോ വരാത്ത കാലത്തോളം ഇതിനൊന്നും ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാട്ടോ എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ശ്രീജ പറയുന്നുണ്ട്, എന്തായാലും എനിക്കൊരു ഐഡിയ തോന്നുന്നു വിഷയേട്ടാ, എന്തിനാ നമ്മുടെ അമ്മയും അച്ഛനെയൊക്കെ ഇത്രയിട്ട് കഷ്ടപ്പെടുത്തുന്നത്? വിക്രം വന്നു എന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി, പക്ഷേ അതിന് ഇവിടെ കിടന്ന് ഉറങ്ങാനോ ഒരു വെള്ളമോ ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് അവർ ജീവിക്കുക? അപ്പോൾ നാളെ നേരം വെളുക്കുമ്പോൾ നമുക്ക് അവരോട് പറയാം, അച്ഛമ്മയുടെ വീട്ടിൽ ഒരാഴ്ച പോയി നിന്നിട്ട് വരാൻ വേണ്ടി പറയാം, പാവല്ലേ അവർ എന്ന് പറയാം കേട്ടോ. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, അവർ പോയിട്ട് എന്താ കാര്യം, അപ്പോൾ നീ ഒറ്റയ്ക്കാവില്ലേ? എനിക്കത് പറ്റത്തില്ല, അതൊന്നും വേണ്ട, നമ്മുടെ അച്ഛൻ അങ്ങനെ അങ്ങ് പോവത്തൊന്നുമില്ല, നിനക്കറിയില്ല അച്ഛൻ്റെ സ്വഭാവം, നീ എന്തായാലും കിടന്നുറങ്ങാൻ നോക്ക്, നാളെ നേരം വെളുക്കട്ടെ, എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറയുകയാണ്. ഇതേ സമയം നമ്മുടെ വേദ ഉറക്കത്തിനിടയിൽ ഒരു നല്ല സ്വപ്നം കാണുക കേട്ടോ. നമ്മുടെ വിക്രം എഴുന്നേറ്റ് വന്ന് നമ്മുടെ വേദയെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുന്നു. ഇതേ സമയം വേദ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് വിക്രം വേദയെ തന്നെ നോക്കിയിരിക്കുന്നു. ഇത് കാണുന്ന വേദയ്ക്ക് വിക്രമിനോട് സ്നേഹം തോന്നുകയാണ്. രണ്ടാളും കണ്ണ് വെട്ടാതെ തന്നെ ഇമ വെട്ടാതെ ആ പരസ്പരം നോക്കിയിരിക്കുകയാണ്. അതും ഒരു പ്രേമഭാവത്തോടെ തന്നെയാണ് ഇരിക്കുന്നത്. വിക്രം പതുക്കെ വേദയുടെ കൈ പിടിച്ച് മുത്തുന്നു. അതിനുശേഷം വേദയുടെ കവിളിലും ഒരു ഉമ്മ കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് ഉമ്മ കൊടുക്കുന്ന അവസരത്തിൽ വേദ ഉറക്കത്തിൽ അങ്ങ് ഞെട്ടി ഉണരുക കേട്ടോ. ഉണർന്നുകൊണ്ട് എല്ലായിടത്തേക്കും നോക്കുകയാണ്. അപ്പുറത്ത് വിക്രമിനെ നല്ല സുഖമായി ഉറങ്ങുന്ന വിക്രമിനെയാട്ടോ നമ്മൾ വേദ കാണുന്നത്. അപ്പോഴാണ് നമ്മുടെ വേദയ്ക്ക് മനസ്സിലാവുന്നത് താൻ കണ്ടതൊരു സ്വപ്നമാണ്, യാഥാർത്ഥ്യമല്ല എന്നുള്ളത്.